ഡിയേഴ്സ് എല്ലാവർക്കും മോമോ ഓർഗാനിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള സോപ്പ് ചിത്തിരപ്പാല അല്ലെങ്കിൽ നിലപ്പാല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഔഷധ സസ്യം വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ചെടി നമുക്ക് വഴിയരികിലാണ് കൂടുതലും നമുക്ക് ലഭിക്കാറുള്ളത് കേട്ടോ. പണ്ട് നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ പറമ്പിലൊക്കെ വളരെ കുറവാണ്. റോഡ് സൈഡിലാണ് കേട്ടോ ഇത് കൂടുതലായിട്ടും ഉണ്ടാവുക. ഒരുപാട് ഔഷധ ഗുണമുള്ളൊരു സസ്യമാണ് കേട്ടോ. ഇതിനെ ആസ്മ പ്ലാന്റ് എന്ന് പറയാറുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വൈറ്റ് കളർ ലിക്വിഡ് കിട്ടും കേട്ടോ. അത് നമ്മളെ സ്കിന്നിൽ ഉണ്ടാവുന്ന അരിമ്പാറ അതുപോലെ തന്നെ പാലുണ്ണിയൊക്കെ മാറാനായിട്ട് സഹായിക്കുന്നുണ്ട് എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പം നമ്മൾ കുറച്ചൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് അവിടെ ഇവിടങ്ങളിലൊക്കെ ആയിട്ടാണ് കുറേ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം കുറച്ചൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇന്ന് സോപ്പ് ഉണ്ടാക്കാനായിട്ട്. ഒരുപാട് ഔഷധങ്ങൾ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഈ ഒരു സസ്യം യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഇതിൻ്റെ നമ്മൾക്ക് ഇലകളുടെ നടുവിലായിട്ട് ഇതുപോലൊരു ഫ്ലവർ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ വരുന്ന പശ നമ്മൾ പാലുണ്ണി അതുപോലെ തന്നെ അരിമ്പാറയിലൊക്കെ പരട്ടി കൊടുക്കുകയാണെങ്കിൽ നല്ല മാറ്റം ഉണ്ടാവുമെന്നാണ് കേട്ടോ പറയുന്നത്. കണ്ടില്ല, ഈ ഒരു പശയാണ് നമ്മൾ പരട്ടി കൊടുക്കേണ്ടത്. സസ്യത്തിന് വേറെ സ്മെല്ലൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒരു പച്ചമണം മാത്രമേ ഉള്ളൂ. നമുക്ക് തുളസിയുടെ പോലെ അങ്ങനെ സ്മെല്ലോ കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ ഇതിനി നിങ്ങൾക്ക് ലീഫായിട്ട് മാത്രമാണെങ്കിൽ അങ്ങനെ എടുത്താൽ മതി. ഞാൻ തണ്ടോട് കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്കിത് നല്ല രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്ത് നല്ല വൃത്തിയാക്കിയിട്ടൊന്ന് കഴുകിയെടുക്കണം കേട്ടോ. നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്ത് കൊണ്ടുവരാം കേട്ടോ. കുറച്ച് ഡിയം വാട്ടറോ അല്ലെങ്കിൽ ഏതെങ്കിലും എക്സ്ട്രാക്റ്റോ ഉണ്ടെങ്കിൽ നമുക്കിതൊന്ന് പെട്ടെന്ന് അരഞ്ഞ് കിട്ടാനായിട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കണതിന് പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ റോസ് വാട്ടറൊക്കെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് അലോവേറയുടെ എക്സ്ട്രാക്റ്റ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഇതൊന്ന് അരഞ്ഞ് കിട്ടാനായിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല രീതിയിലൊന്ന് അടിച്ചെടുത്തിട്ട് വരാവേ. അപ്പോൾ ഇതിൽ എന്താ പറയുക, ഇതിന് കൊമ്പ് കൊടുക്കണ കൂടെ ഇട്ട കാരണം കൊണ്ട് ഇത് അറിയാനായിട്ട് കുറച്ച് പ്രയാസമാണേ. അപ്പോൾ നമുക്കിത് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ കുറച്ച് അലോവേറയുടെ എക്സ്ട്രാക്റ്റ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് നല്ലൊരു കോട്ടൻ്റെ ക്ലോത്ത് വെച്ചിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിക്വിഡാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഈ ലിക്വിഡ് നമുക്ക് എടുക്കാവേ. മൊത്തമായി അരഞ്ഞ പേസ്റ്റ് പോലെയല്ല കേട്ടോ, നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ക്രഷായിട്ട് കിട്ടിയിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ജ്യൂസ് എടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അരിപ്പയിൽ അരച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര എന്താ പറയുക, നമുക്ക് കുറച്ചുകൂടെ തരികൾ ഉണ്ടാവും. അപ്പം ഞാനിങ്ങനെ കോട്ടൻ്റെ ക്ലോത്ത് വെച്ചിട്ടാണ് അരിച്ചെടുക്കാറുള്ളത് കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു സോപ്പ് ബേസ് വെച്ചിട്ടാണ് കേട്ടോ, ഇത് നമ്മുടെ ഗ്ലിസറിൻ്റെ സോപ്പ് ബേസ് ആണ്. ഈ ബേസിലാണ് നമ്മൾ ഇന്ന് സോപ്പ് മേക്ക് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പം ഇത് നമുക്ക് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്ത് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി മെൽറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പം നമുക്ക് സോപ്പ് ബേസ് ഒന്ന് കട്ട് ചെയ്തെടുത്താലോ. അപ്പോൾ നമ്മുടെ സോബേസ് നല്ല രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. 900 ഗ്രാമാണ് കേട്ടോ സോബേസ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് 9 സോപ്പാണ് കേട്ടോ കിട്ടുക 100 ഗ്രാമിൻ്റെ. അപ്പോൾ നമുക്കിനി ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി സോബേസ് മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ അരിച്ചെടുത്ത ജ്യൂസ് ഒരു 40 ml ആണ് കേട്ടോ ഈ സോബേസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. ഇനി നമുക്കൊരു 10 ml വെജിറ്റബിൾ ഗ്ലിസറിനും ഒരു 6 തുള്ളി വൈറ്റമിൻ ഇയുടെ ഓയിലൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് ഇത് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ ഞാനിതിൽ പ്രിസർവേറ്റീവ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 4 ml പ്രിസർവേറ്റീവ് ഫിനോക്സി എത്തനോളാണ് ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്ന പ്രിസർവേറ്റീവ് കേട്ടോ. നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസസ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ പ്രിസർവേറ്റീവ് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അതിൽ ഫംഗലൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രിസർവേറ്റീവ് എന്തായാലും ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഷെൽഫ് ലൈഫ് വളരെ കുറവായിരിക്കും. ഇനി മെൽറ്റായിട്ട് വന്നിട്ടുള്ള സോബേസിലേക്ക് നമുക്ക് ആ ജ്യൂസ് മൊത്തമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിതിൽ വേറെ എക്സ്ട്രാ കളറൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഇനി നമുക്കിതിലേക്ക് ഫ്രാഗ്രൻസ് ഓയിലാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ നല്ലൊരു ഫ്രാഗ്രൻസ് ഓയിലൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിനി മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണേ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 100 ഗ്രാമിൻ്റെ തന്നെ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള മോൾഡാണ് കേട്ടോ. ഇതിൽ നമുക്ക് 9 സോപ്പാണ് മേക്ക് ചെയ്ത് എടുക്കാനായിട്ട് പറ്റുക. അപ്പോൾ ഇതേ ഇങ്ങനെയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ചിലർ ചോദിക്കാറുണ്ട് മോൾഡിൽ എണ്ണ തടവണോ എന്നുള്ളത്. ഇത് സിലിക്കോൺ മോൾഡായ കാരണം കൊണ്ട് തന്നെ ഇതിൽ എണ്ണയൊന്നും തടവേണ്ട യാതൊരു ആവശ്യമില്ല കേട്ടോ. നമുക്ക് ഡയറക്റ്റ് നമ്മുടെ സോബേസ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ദേ നമ്മൾ 9 മോൾഡിലേക്കും സോബേസ് മൊത്തമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോപ്പിൻ്റെ മുകളിൽ ഇതുപോലെ ബബിൾസ് ഉണ്ടെങ്കിൽ റബ്ബിംഗ് ആൽക്കഹോൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഏകദേശം 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറിന് ശേഷം നമ്മുടെ സോപ്പ് മോൾഡിൽ നിന്ന് എടുക്കാവുന്നതാണ് കേട്ടോ. നല്ല രീതിയിൽ തന്നെ നമുക്ക് സെറ്റായിട്ട് കിട്ടുമേ. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാവേ. ഇപ്പോൾ ഒരു 1.5 മണിക്കൂറിന് ശേഷം നമ്മുടെ സോപ്പ് ഇതാ സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ. ഇനി നമുക്ക് മോൾഡിൽ നിന്ന് എടുക്കാം. ഇതിൽ നമ്മൾ വേറെ എക്സ്ട്രാ കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. കളറ് റെഡിക്ക് നമുക്ക് ആ ചിത്തിരപ്പാലയുടെ തന്നെ ആ ജ്യൂസിൻ്റെ കളർ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. സ്മെല്ല് എടുത്ത് പറയാതിരിക്കാൻ വയ്യ, നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം 100 ഗ്രാമിൻ്റെ സോപ്പുകളാണ് കേട്ടോ. നിങ്ങൾക്കിത് സോപ്പ് ഉണ്ടാക്കാനുള്ള കിറ്റോ അല്ലെങ്കിൽ സോപ്പ് ബേസോ
ഫ്രാഗ്രൻസുകളോ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. സോപ്പുകൾ വേണമെച്ചെങ്കിൽ നിങ്ങൾ വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് ഇനിയും കാണാം. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്താൽ മതിയേ. അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ നമ്മുടെ സോപ്പ് കാണാനായിട്ട്. നമുക്ക് അരിമ്പാറ അതുപോലെ തന്നെ പാലുണ്ണിയൊക്കെ മാറാനായിട്ട് വളരെ നല്ലതാണ് ഈ സോപ്പ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് ഇന്ന് യൂസ് ചെയ്താൽ നാളേക്ക് മാറില്ല. കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ബൈ.